ഒരു കോഡിംഗ് എക്സസൈസ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. സോ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ ലൂപ്പിന്റെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് നമ്മൾ ഒരു കോഡിംഗ് എക്സസൈസ് ചെയ്യുവാണ്. അതായത് യൂസറിനോട് ഒരു നമ്പർ ഓഫ് ഡിജിറ്റ്സ് നമ്മൾ ചോദിക്കുന്നു, ഒരു ഡിജിറ്റ്സ് നമ്പർ അടിച്ചു കൊടുക്കുന്നു. ദെൻ ആ ഒരു നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലമാറ്റിക് സെക്ഷനിൽ വരുന്നത്. സോ എങ്ങനെയായിരിക്കും ചെയ്യുക? അതായത് യൂസറിനോട് ഒരു നമ്പർ അടിച്ചു കൊടുക്കാൻ പറയുന്നു. ദെൻ ആ നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആ അടിച്ചു കൊടുത്ത നമ്പർ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ഓഡ് നമ്പർ ആണെന്ന് പറയണം, ഈവൻ നമ്പർ ആണെങ്കിൽ ഈവൻ നമ്പർ ആണെന്ന് പറയണം. എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്? സോ അതിന് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്ററിൽ ഒരു ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. അതായത് യൂസർ അടിച്ചു കൊടുക്കുന്ന ഒരു നമ്പർ, ഒരു വാല്യൂ, ആ വാല്യൂവിനെ ഡിവൈഡ് ബൈ 2 ചെയ്യാം. ദെൻ അതിൻ്റെ റിമെയിൻ വാല്യൂ കാണുക. അപ്പോൾ നമുക്ക് മോഡുലാർ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. സോ അരിത്തമെറ്റിക് ഓപ്പറേറ്ററിൽ നമ്മൾ കണ്ട മോഡുലാർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് റിമൈനിങ് ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മൾ യൂസർ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് വാല്യൂവിനെ മോഡുലാർ ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു, ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അതായത് ഡിവൈഡ് ബൈ 2 ചെയ്യുന്നു. അതിൻ്റെ റിമൈനിങ് വാല്യൂ 0 ആണെങ്കിൽ അതിനർത്ഥം അത് ഈവൻ നമ്പർ ആണെന്നുള്ളതാണ്. 0 അല്ലെങ്കിൽ അതിനർത്ഥം അത് ഓഡ് നമ്പർ ആണെന്നുള്ളതാണ്. സോ നമ്മൾ 5/2 ചെയ്യുന്ന സമയത്ത് റിമൈൻ വാല്യൂ ഉണ്ട്, 4 ആണ് വരുന്നത്. സോ അതിന് റിമൈൻ വാല്യൂ ഉണ്ട്, അപ്പോൾ അത് ഓഡ് നമ്പറാണ്. 6/2 ചെയ്യുന്ന സമയത്ത് 3 ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ അതിൻ്റെ റിമൈൻഡർ 0 ആയിരിക്കും, അപ്പോൾ അതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. സോ നമുക്ക് ആ ഒരു പ്രോഗ്രാമിംഗ് സെക്ഷനിലേക്ക് പോകാം. സോ ആദ്യമേ യൂസറിനോട് ഒരു ഡിജിറ്റ്സ് അടിച്ചു കൊടുക്കാൻ പറയുക. സോ ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, നമ്പർ എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അതിനെ കൺവേർട്ട് ചെയ്യണം, ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇൻറ്റീജർ ഫംഗ്ഷൻ ഞാനിവിടെ യൂസ് ചെയ്യുകയാണ്. ദെൻ അതിൻ്റെ ഉള്ളിൽ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണ്. എൻ്റെ യൂസറിനോട് ചോദിക്കുകയാണ് എൻ്റർ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചു. ദെൻ നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ലൂപ്പിൽ ചെക്ക് ചെയ്യാം. ഈ ലൂപ്പിൽ ചെക്ക് ചെയ്യുന്നു നമ്പർ. സോ ഇവിടെ നമ്മൾ മോഡുലാർ യൂസ് ചെയ്യാം. ദെൻ 2 യൂസ് ചെയ്യുന്നു. ദെൻ അത് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കോളൻ ഇട്ട് കൊടുക്കണം. സോ അതിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിൻറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ അത് വർക്ക് ചെയ്യുന്നു. സോ നമുക്കിത് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ 3 വന്നു. ഓക്കെ, ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുന്ന സമയത്ത് ബ്രാക്കറ്റ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. സോ പ്രിൻറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പറയണം? വേണമെങ്കിൽ നമുക്ക് എഫ് സ്ട്രിങ് യൂസ് ചെയ്യാം. എഫ് സ്ട്രിങ് യൂസ് ചെയ്തിട്ട് ആ നമ്പർ ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. വേണമെങ്കിൽ ഇത് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ വേരിയബിൾ കൊടുക്കാം. നമ്പർ ഈവൻ എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ നമുക്ക് അതല്ലെങ്കിൽ എൽസ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. പ്രിന്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഫ് സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുത്തു. ഒന്നെങ്കിൽ ഇത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ദെൻ ഓടെന്ന് അടിച്ചു കൊടുത്തു. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ദെൻ ഡിജിറ്റ്സ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു വന്നു. ദെൻ ഞാനിവിടെ ഒരു 45 അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ നമ്പർ ഓടാണ്, 45 എന്നുള്ളത് ഓടാന്ന് പറഞ്ഞു വന്നു. ദെൻ ഞാൻ ഒന്നും കൂടി റൺ ചെയ്യുകയാണ്. 50 അടിച്ചു കൊടുത്തോക്കാം. 50 അടിക്കുമ്പോൾ അത് ഈവൻ ആണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. സോ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് റിമൈനും വാല്യൂസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് ഈവൻ ആണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നും കൂടി വേണമെങ്കിൽ റൺ ചെയ്യാം. ഞാനിവിടെ 2 തന്നെ കൊടുക്കുകയാണ്. സോ ആ നമ്പർ ഈവൻ ആണ്, കാരണം റിമൈൻ വാല്യൂ 0 ആണ്. സോ ഈ രീതിയിലാണ് നമ്മൾ ഈ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഡിജിറ്റ്സ് എടുത്തിട്ട് നമ്മളിവിടെ സ്ട്രിങ്ങും യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടീഷൻ അരിത്തമെറ്റിക് ഓപ്പറേറ്ററും അതുപോലെ തന്നെ മറ്റൊരു ഓപ്പറേറ്ററും കൂടി കണ്ടീഷൻ സ്റ്റേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റ് 2 ഓപ്പറേറ്ററും കൂടി യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. ഈഫും എൽസും യൂസ് ചെയ്തിരിക്കുന്നു. സോ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഡൺ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ചെയ്തിട്ട് ഔട്ട്പുട്ട് എടുത്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ അടുത്ത സെക്ഷനായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.